കുറച്ച് ചിക്കൻ കറി വയ്ക്കാം എന്ന് വിചാരിക്കുവാണേ. നോക്കിയപ്പോൾ രാവിലെ കറി വയ്ക്കാനായിട്ട് കുറച്ച് ചിക്കൻ കിട്ടി. അപ്പോൾ ചിക്കൻ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളിയും സവാളയും എല്ലാം കൂടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി എന്നിവ പേസ്റ്റാക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. മസാല ഇല്ലാത്തത് കൊണ്ട് കുറച്ച് മസാലയും പൊടിച്ചു വെച്ചിട്ടുണ്ട്. കൂടെ പച്ചമുളകുണ്ട്, 2 തക്കാളിയും കൂടെ ഉണ്ട്. ഞാൻ ആദ്യം ഈ ഉള്ളി ചെറിയ ഉള്ളിയും സവാളയും കൂടെ ഉണ്ട്, ഇതൊന്ന് ഞാനൊന്ന് വഴറ്റിയെടുക്കട്ടെ. ആദ്യമായിട്ട് അതിന് വേണ്ടിയിട്ടൊരു ചീനിച്ചട്ടി അടുപ്പി വെച്ചു. എണ്ണ ഒഴിച്ചു. കടുക്, പിന്നെ വറ്റൽമുളക്, കറിവേപ്പില എന്നിവയെല്ലാം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാളയും ചെറിയ ഉള്ളിയെല്ലാം കൂടെ ഒന്ന് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിന് ഒരല്പം ഉപ്പും കൂടെ ഇട്ടിട്ട് ഞാനൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചിടട്ടെ. അപ്പോഴേക്കും ഉള്ളിയെല്ലാം നല്ല വഴണ്ട് റെഡിയായി വരും. ഓക്കെ, സവാളയൊക്കെ ഇട്ടൊരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഈ പച്ചമുളകും കൂടെ ഇതിലോട്ടൊന്ന് ഇടുവാണ്. ഇനി ഇതിനെ ഒന്ന് അടച്ചിടാം. നല്ലവണ്ണം ഇതൊന്ന് വഴണ്ട് വരട്ടെ. സവാളയും ചെറിയ ഉള്ളിയെല്ലാം ഒരുവിധം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയിട്ടുണ്ട്, അതുകൂടെ ഒന്ന് ഇതിലോട്ടൊന്ന് ഇട്ട് ഒന്ന് അടച്ചിടാം. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് പച്ച ചുവയൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചിടാവേ. നമുക്ക് സവാളയൊക്കെ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതാണ്ടോ, ബ്രൗൺ നിറമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇഞ്ചി പേസ്റ്റ് ഒക്കെ നല്ല പച്ച മണമൊക്കെ മാറി നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് അരപ്പ് കൂട്ട് അങ്ങോട്ട് ഒന്ന് ചേർക്കാം. ഞാനത് എന്തൊക്കെയാണെന്നൊന്ന് കാണിച്ചു തരട്ടെ. അതിന് വേണ്ടിയിട്ട് 2.5 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി ആവശ്യത്തിന് ഗരം മസാല, ഇത്രയും കൂടെ വേണം. അപ്പം ഞാൻ ഈ കൂട്ട് എല്ലാം കൂടെ ഞാനൊന്ന് നമ്മുടെ വരട്ടി വെച്ചിരിക്കുന്ന സവാളയിലോട്ടൊന്ന് തട്ടട്ടെ. ഒന്ന് പച്ച മണം ഒന്ന് മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണേ. ഇതെല്ലാം ഒന്ന് തട്ടിയിട്ടുണ്ട്. ഇതൊന്ന് പച്ചമണം മാറുന്ന ആ എണ്ണയിൽ കിടന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് മൂത്ത് വന്നിട്ടുണ്ട് ഒരുപാട്. കാരണം എണ്ണ ഉള്ളതുകൊണ്ട് എണ്ണ നല്ല ചൂടാണ്. ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യട്ടെ. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് 1 സ്പൂൺ മസാലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ചിക്കൻ എടുത്ത് ഇതിലോട്ടൊന്ന് തട്ടാം. ഓക്കെ ആയിട്ടുണ്ട്. മസാലയൊക്കെ നല്ല ചൂടാക്കി വറുത്ത് പൊടിച്ചതാണ്. അതുകൊണ്ട് ഇനി കൂടുതൽ ചൂടാവാനൊന്ന് ചീനിച്ചട്ടി ചറുക്കുന്നു, അതുകൊണ്ടാണേ. ഇനിയിപ്പോൾ നമ്മൾ കഴുകി വെച്ചിരുന്ന ചിക്കൻ ഇതിലോട്ടൊന്ന് ഒഴിക്കുകയാണ്. അതിൽ വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട്, ചിക്കനിൽ തന്നെ വെള്ളം ഉള്ളതുകൊണ്ട് നമ്മൾ പ്രത്യേകം വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഇനി ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചിടാവേ. ചിക്കൻ എല്ലാം വെന്ത് വരുമ്പോൾ അതിലിടാനായിട്ട് അവസാനം ഇടുന്നതിന് വേണ്ടിയിട്ട് 2 തക്കാളി എടുത്ത് വെച്ചിട്ട് തക്കാളിയും മല്ലിയിലയും ഞാൻ അതുകൂടെ ഒന്ന് കട്ട് ചെയ്ത് വെക്കട്ടെ. നമ്മുടെ ചിക്കനൊക്കെ എന്തായി എന്നുള്ളതൊന്ന് നമുക്ക് അടപ്പ് തുറന്ന് ഒന്ന് നോക്കാം. അതല്ലോ, ചിക്കനെല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഈ ഗ്രേവിയൊക്കെ വേറെ വെള്ളമൊന്നും ഒഴിച്ചില്ല. ചിക്കനിലുള്ള വെള്ളം നിന്ന് തന്നെ വെന്തിട്ടുണ്ട്. ഇതാണ്ടോ, നല്ല അടിപൊളി ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന തക്കാളി അതിലോട്ടൊന്ന് ഇടുവാനേ. ഇനി ഇതുകൂടെ ഒരു 3-4 മിനിറ്റ് കിടക്കുമ്പോൾ തക്കാളിയെല്ലാം വെന്ത് റെഡിയാവും. ഒന്ന് അടച്ചിടാവേ. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് നോക്കാം. ഇതാണല്ലോ, നമ്മുടെ ചിക്കനെല്ലാം നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട്. നല്ല ഗ്രേവി ആയിട്ടൊക്കെ ഉള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടെ, ഒരല്പം മല്ലിയില കൂടെ ഇട്ട് ഒന്ന് ഇളക്കി നമുക്ക് മാറ്റാവേ. അങ്ങനെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ അടിപൊളി ചിക്കൻ റെഡി ആയിട്ടുണ്ടേ. ഇതാണ്ടോ. അപ്പോൾ എല്ലാവരും ചിക്കൻ വയ്ക്കുമ്പോൾ ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും എല്ലാം കൂടെ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ചിക്കൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ജോലി ഒരുക്കാം. നല്ല ടേസ്റ്റുള്ള ചിക്കൻ നമുക്ക് കിട്ടും. ഓക്കെ, ബൈ.